അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ രണ്ടാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. രണ്ടാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതുപോലെ തന്നെ തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതെല്ലാം മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോകളൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. നമുക്ക് ആ പാഠം നോക്കാം. അദ്ദറസു സാനി, രണ്ടാമത്തെ പാഠം, ഹുറൂഫ് അറബി മലയാളം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ അറബി മലയാളം അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ നമുക്ക് അറബിയിലും അതുപോലെ തന്നെ മലയാളത്തിലും ആ അക്ഷരങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം. അ, ആ, ഇ, ഈ, ഉ. അടുത്തത് നോക്കൂ. ഊ, ഇർ, എ, ഐ, ഒ, ഓ, ഔ, അ. മക്കള് ഇതിനു മുമ്പ് തന്നെ മലയാളം അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ പഠിച്ചത് നമ്മൾ എങ്ങനെയാണ് അറബിയിൽ എഴുതേണ്ടത് അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചത് അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളാണ്. ഇനി അതിൻ്റെ താഴെ നോക്കൂ, വ്യഞ്ജനാക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ക, ഖ, ഗ, ഘ, ങ, ഛ, ഛ, ജ, ജ, ഞ. ഡ, ഠ, ഢ, ഢ, ണ. ത, ഥ, ദ, ധ, ന. പ, ഫ, ബ, ഭ, മ. യ, ര, ല, വ. ഷ, ഷ, സ, ഹ. ള, ഴ, റ. ഏറ്റവും താഴെ നമുക്ക് ചില്ലക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൽ, ഇൽ, ഇൻ, ഇർ, ഇൻ. ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതുക അത് നിങ്ങൾ നോക്കി നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. മക്കൾ ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയൊന്നും നിങ്ങൾ പഠിക്കണ്ട. കുറച്ചായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നുൻഷിഉൽ കലിമ. അങ്ങനെ പറഞ്ഞ എന്താ, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ വരുന്നത് പോലെ നമ്മൾ ഓരോ വാക്കുകൾ തയ്യാറാക്കാനാണ്. അപ്പം നമ്മളിവിടെ ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചല്ലോ. അത് വരുന്നത് പോലുള്ള ഓരോ വാക്കുകൾ നമ്മൾ കണ്ടെത്തുക. അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഏതാണ്? നമ്മൾ പാഠത്തിൽ പഠിച്ചല്ലോ, എ. എ വരുന്നത് പോലുള്ള നമുക്കൊരു മലയാള വാക്ക് അറിയാലോ. അത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അറബിയിൽ ഇവിടെ എഴുതുക. നോക്കൂ, എ വെച്ചിട്ട് നമുക്കൊരു വാക്ക് എഴുതാം. എലി. അടുത്തത് ഏണി. അടുത്തത് ഓ. ഓ വരുന്നത് പോലുള്ള ഒരു വാക്ക് ഒച്ച്. ഓ വരുന്നത് പോലുള്ള ഒരു വാക്ക് ഓല. ഔ, ഔഷധം. ഒന്നും കൂടി വായിക്കാം. നിങ്ങൾക്ക് ഞാനിവിടെ വലുതാക്കിയിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെറുതാക്കിയിട്ട് ആ ബോക്സിൽ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക. എ വെച്ചിട്ട് എലി, ഏണി, ഓ ഒച്ച്, ഓ ഓല, ഔ ഔഷധം. ഇനി നോക്കൂ രണ്ടാമത്തത് ങ. ങ വരുന്നത് പോലുള്ള ഒരു വാക്ക് മാങ്ങ. അടുത്തത് ഞ വരുന്നത് പോലെ ഒരു വാക്ക് ഞണ്ട്. അടുത്തത് ന വരുന്നത് പോലുള്ള ഒരു വാക്ക് അരണ. ഘ വരുന്നത് പോലെ ഒരു വാക്ക് ഘടികാരം. അടുത്തത് ജ വരുന്നത് പോലെ ഒരു വാക്ക് ജഷം. ആ വാക്കുകൾ ഇവിടെ വലുതാക്കി ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ചെറുതാക്കിയിട്ട് എഴുതിയിട്ട് ആ ബോക്സിൽ കൊള്ളിക്കും പോലെ നിങ്ങൾ എഴുതുക. നോക്കൂ, ഒന്നും കൂടി വായിക്കുക. മാങ്ങ, ഞണ്ട്, അരണ, ഘടികാരം, ജഷം. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം ഖ. അത് വരുന്നത് പോലെ ഒരു വാക്ക് നഖം. അടുത്തത് ച വരുന്നത് പോലെ ഒരു വാക്ക് ചക്ക. ഡ വരുന്നത് പോലെ ഒരു വാക്ക് വട. ത വരുന്നത് പോലെ ഒരു വാക്ക് രഥം. അടുത്തത് പ വരുന്നത് പോലെ ഒരു വാക്ക് പപ്പടം. ഇതും ഞാനിവിടെ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെറുതാക്കി എഴുതുക. ഒന്നും കൂടി വായിക്കുക. നഖം, ചക്ക, വട, രഥം, പപ്പടം.
അടുത്തത് നാലാമത്തത് നോക്കൂ. ള വരുന്നത് പോലെ ഒരു വാക്ക്, വള. അടുത്തത് ഴ വരുന്നത് പോലെ ഒരു വാക്ക്, മഴ. അടുത്തത് ഢ വരുന്നത് പോലെ ഒരു വാക്ക്, മൂഢൻ. അടുത്തത് ഡ വരുന്നത് പോലെ ഒരു വാക്ക്, പാഠം. അടുത്തത് ഛ വരുന്നത് പോലെ ഒരു വാക്ക്, ഛായ. ഛായ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മുഖഛായ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഛായ എന്ന് പറയുന്നത്. കുടിക്കുന്ന ചായ അല്ല. അത് വരുന്നത് പോലെ ഒരു വാക്ക്, ഫലിതം. അടുത്തത് ഭ വരുന്നത് പോലെ ഒരു വാക്ക്, ഭരണി. ര വരുന്നത് പോലെ ഒരു വാക്ക്, മരം. ഷ വരുന്നത് പോലെ ഒരു വാക്ക്, കഷായം. ഹ വരുന്നത് പോലെ ഒരു വാക്ക്, ആഹാരം. അപ്പോൾ ഈ പാഠത്തിലെ തദ്രീബാത്ത് വർക്കുകൾ കഴിഞ്ഞു. നിങ്ങൾ കൃത്യമായിട്ട് നന്നായി പഠിച്ചിട്ട് നിങ്ങൾ ഓരോന്നും നിങ്ങൾ എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് പഠിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.